പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത് ഗാർഗിയെക്കുറിച്ചാണ്. അരുന്ധതി, അനസൂയ, സാവിത്രി, ജാനകി, സതി, ദ്രൗപദി, കണ്ണകി, ഗാർഗി, എട്ടാമത്തെ വീരവനിത. മഹാഭാരതത്തിലെ ദുഷ്യന്തപുത്രനായ ഭരതന്റെ 7ാം തലമുറയിൽ ജനിച്ച ഗർഗൻ എന്ന വിദ്വാനായ രാജർഷിയുടെ പുത്രിയായിരുന്നു ഗാർഗി. പരമവിദുഷിയും വേദാന്തവിത്തുമായിരുന്ന ഗാർഗി വലിയ രാജസസ്സുകളിൽ മറ്റു വേദാന്ത പണ്ഡിതന്മാരോടൊപ്പം സ്ഥാനം നേടിയിരുന്നു. പ്രാചീന ഭാരതത്തിൽ മഹിളകൾക്ക് വിദ്യാഭ്യാസ നിലവാരവും സാമൂഹ്യ അംഗീകാരവും എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതിൻ്റെ വലിയ തെളിവ് കൂടെയാണ് ഗാർഗി. പരമജ്ഞാനിയായിരുന്ന ജനക മഹാരാജാവ് പൂർണ്ണ ബ്രഹ്മജ്ഞാനിക്ക് കൊമ്പിലും കുളമ്പിലും സ്വർണം കെട്ടിയ 1000 പശുക്കളെ വാഗ്ദാനം ചെയ്തു. ജനക സദസ്സിലും പുറത്തുമുള്ള ആരും ഈ സമ്മാനം അർഹിക്കുന്നവരായി അവകാശവാദം ഉന്നയിച്ചില്ല. അപ്പോഴാണ് യാജ്ഞവൽക്യ മഹർഷിയുടെ രംഗപ്രവേശം. അദ്ദേഹം തൻ്റെ ശിഷ്യനോട് പശുക്കളെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുവാൻ പറഞ്ഞു. യാജ്ഞവൽക്യന്റെ ബ്രഹ്മജ്ഞാനത്തെ പരീക്ഷിക്കാൻ ഉറച്ച രാജാവ് അശ്വലൻ, ആർത്തബകൻ, ഭുജ്യൻ, ഉഷസ്തൻ, കഹോലൻ, അരുണി, വിദഗ്ധൻ എന്നിവരോടൊപ്പം ഗാർഗിയും ചേർന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ബ്രഹ്മജ്ഞാനിയായ ഗാർഗിയുടെ ചോദ്യങ്ങളാണ് ബൃഹദാരണ്യ ഉപനിഷത്തിലെ 3-ാം അധ്യായത്തിലെ 6ഉം 8ഉം ബ്രാഹ്മണങ്ങളിലുള്ളത്. ഗാർഗി യാജ്ഞവൽക്യനോട് ജലം, വായു, അന്തരീക്ഷ ലോകങ്ങൾ എന്നിങ്ങനെ ഒന്നിൻ്റെ അധിഷ്ഠാനമായി ഉയർന്നതിനെപ്പറ്റി ചോദിച്ചു കൊണ്ടിരിക്കുന്നു. അവസാനം പ്രജാപതി ലോകം ബ്രഹ്മലോകത്തിലാണ് അധിഷ്ഠിതം എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മലോകം ഏതൊന്നിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത് എന്ന് ചോദിച്ച ഗാർഗിയോട് യാജ്ഞവൽക്യൻ അല്പം രുഷ്ടനായി പറയുന്നത്, അതിപ്രശ്നം, ചോദ്യമില്ലാത്തിടത്ത് ചോദിക്കൽ പാടില്ല എന്നാണ്. ബുദ്ധിക്കോ യുക്തിക്കോ വിഷയമല്ലാത്തതിനെ പറ്റി ചോദിക്കുന്നത് അതിരു കടന്നതാണ് എന്ന് ഗാർഗിയോട് സൂചിപ്പിക്കുകയും ഗാർഗി തൽക്കാലം ചോദ്യത്തിൽ വിരമിക്കുകയും ചെയ്യുന്നു. ബൃഹദാരണ്യകോപനിഷത്ത് 3-6 ബ്രാഹ്മങ്ങളിൽ നമുക്കിത് കാണാം. അധ്യായം 3 6ാമത്തെ ബ്രാഹ്മത്തിൽ ഇത് കാണാം. 8ാം ബ്രാഹ്മണത്തിൽ വീണ്ടും ചോദിക്കുവാൻ ഉദ്ദേശിച്ച ഗാർഗിയെ യാജ്ഞവൽക്യൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചോദിക്കൂ ഗാർഗി എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു. ശൂരന്മാരായ കാശിരാജാവോ വിദേഹ രാജാവോ അമ്പെയ്യുന്നത് പോലെ 2 ചോദ്യങ്ങളിതാ എന്നു ഗാർഗി ഏറ്റുപിടിച്ചു. ഭൂമിക്ക് താഴെയും ആകാശത്തിനു മുകളിലും ഈ രണ്ടിനുമിടയ്ക്ക് 3 കാലങ്ങളിലുള്ള ദ്വൈതജാതം അഥവാ വ്യക്തമാകുന്ന പ്രകൃതി ഏത് തത്വത്തിലാണ് വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം, അവ്യക്തമായ ആകാശത്തിൽ എന്നുത്തരം നൽകിയ യാജ്ഞവൽക്യൻ. 2ാമത്തെ ചോദ്യം, ആകാശം എന്തിലാണ് ഓതവും പ്രോതവും ആയിരിക്കുന്നത്, അതായത് അടിസ്ഥാനപ്പെട്ട് നിൽക്കുന്നത്? ആ ബ്രഹ്മലക്ഷണങ്ങളില്ലാത്തതും എന്നാൽ എല്ലാറ്റിൻ്റെയും ഭരണകർത്താവും നിയതാവുമാണ്. അത് അറിഞ്ഞാലേ നാശമില്ലാത്ത ഫലം നൽകാൻ കർമ്മങ്ങൾക്ക് സാമർഥ്യമുണ്ടാവുകയുള്ളൂ. ഈ അക്ഷരം ക്ഷയിക്കാത്ത തത്വങ്ങളെ അറിയാതെ മരിക്കുന്നവൻ ദയാർഹനാണ്. അക്ഷരതത്വത്തെ അറിയുന്നവൻ ബ്രഹ്മവുമായി ഏകീഭവിക്കുന്നു. ആരാലും ദർശിക്കപ്പെടാത്ത, ശ്രവിക്കപ്പെടാത്ത, മനനം ചെയ്യപ്പെടാത്ത അക്ഷരതത്വം സ്വയം ദൃഷ്ടിയിലും ദൃഷ്ടാവുമാകുന്നു, സ്വയം ശ്രോതാവും ശ്രോത്രവുമാകുന്നു, സ്വയം മനസ്സും മനനം ചെയ്യുന്നവയുമാകുന്നു, വിജ്ഞാനവും വിജ്ഞാതാവുമാകുന്നു. യാജ്ഞവൽക്യന്റെ ഉത്തരം കേട്ട ഗാർഗി അദ്ദേഹത്തിന്റെ ബ്രഹ്മജ്ഞാനത്തിന്റെ പൂർണ്ണതയെ അംഗീകരിക്കുന്നു. യാജ്ഞവൽക്യൻ ഗാർഗിയെ വിവാഹം കഴിക്കുന്നു. യാജ്ഞവൽക്യന് 2 ഭാര്യമാരാണ്, ഗാർഗിയും മൈത്രേയിയും. യാജ്ഞവൽക്യന്റെ സവിശേഷത, അദ്ദേഹം എവിടെയെല്ലാം സംവാദത്തിന് പോകുന്നുവോ ആ സംവാദത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട പാരിതോഷികങ്ങൾ എന്താണോ അത് അദ്ദേഹം സംവാദത്തിന് പോകുന്നതിന് മുമ്പ്
അദ്ദേഹത്തിൻ്റെ ഭാര്യമാരോടും ശിഷ്യന്മാരോടും പറയും, ഇന്ന് 500 പശുക്കളെയാണ് സംവാദത്തിൽ ജയിക്കുന്നവന് ലഭിക്കുന്നത്. ആയതിനാൽ 500 പശുക്കളെ കെട്ടുവാൻ ആവശ്യമായ തൊഴുത്ത് റെഡിയാക്കി വെക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംവാദത്തിന് ഇറങ്ങി പുറപ്പെടുന്നത്. അത്രയേറെ ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് അന്ന് സമ്പത്ത് അളന്നത് കൃഷിയുടെയും ഗോവിൻ്റെയും അടിസ്ഥാനത്തിലാണ്. 10,000 ഗോക്കളുടെ ഉടമസ്ഥനായി തീർന്നു യാജ്ഞവൽക്യ മഹർഷി. അദ്ദേഹം ഒരിക്കൽ 2 ഭാര്യമാരെയും അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഗാർഗി, മൈത്രേയി, ഞാനിങ്ങനെ അമൂല്യമായ ചിലത് തേടി പോവുകയാണ്. ആയതിനാൽ ഈ സമ്പത്ത് മുഴുവൻ നിങ്ങൾ എടുത്തുകൊള്ളുക, തുല്യമായി പങ്കിട്ടെടുത്തുകൊള്ളുക. ഈ സമയത്ത് ഗാർഗി പറഞ്ഞു, ഞാനും അങ്ങേക്കൊപ്പം വരികയാണ്, എനിക്ക് ഈ സമ്പത്തിനോട് താല്പര്യമില്ല എന്ന്. ആ സമയത്ത് യാജ്ഞവൽക്യൻ ചോദിക്കുന്നു, ഇത്രയും വലിയ സമ്പത്ത് നീ എന്തിനുപേക്ഷിക്കണം എന്ന്. ഈ സമയത്ത് ഗാർഗി പറയുകയാണ്, 10,000 ഗോക്കളെയും കൃഷിയിടങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങ് മറ്റെന്തോ തേടിപ്പോവുകയാണെങ്കിൽ ഇതിനേക്കാളൊക്കെ വിലപ്പെട്ടത് അതാണ്, എനിക്കതു മതി എന്ന്. അത് അദ്ദേഹം തപസ്സിനു വേണ്ടി പോകുമ്പോൾ ജ്ഞാനത്തെ തേടിയുള്ള യാത്രയിലാണ് ഗാർഗി ഇത് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. ഇവിടെ യാജ്ഞവൽക്യ മഹർഷിയുടെ ചരിത്രവുമായിട്ട് ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വൈശമ്പായ മഹർഷിയുടെ ഒരു സംഭവത്തെ നമുക്ക് ഓർമ്മിപ്പിക്കണം. അതായത് യജുർവേദത്തിന് 2 തരം ഭാഷ്യങ്ങളെ നമുക്ക് കാണാം. കൃഷ്ണ യജുർവേദമെന്നും ശുക്ല യജുർവേദമെന്നും കാണാം. ഇതെങ്ങനെ ഉണ്ടായി എന്ന കഥ നമുക്ക് നാളെ വിസ്തരിച്ച് സംസാരിക്കാം. വളരെ പ്രധാനപ്പെട്ടതും അറിഞ്ഞിരിക്കേണ്ടതുമാണ് വൈശമ്പായ മഹർഷിയും യാജ്ഞവൽക്യ മഹർഷിയും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസവും തുടർന്ന് യജുർവേദത്തിനുണ്ടായ 2 വൈവിധ്യമാർന്ന കാഴ്ചപ്പാടുകളും. ഗാർഗിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വ്യത്യസ്തമായ 2 അഭിപ്രായങ്ങളാണ് നമ്മുടെ ആചാര്യന്മാർക്കിടയിൽ നിലനിൽക്കുന്നത്. അതിലൊന്ന്, ഗാർഗി ജനക സദസ്സിലെ പ്രഗത്ഭയായ പണ്ഡിതയായിരുന്നു എന്നും അവർ യാജ്ഞവൽക്യന്റെ ഭാര്യ അല്ലായിരുന്നുവെന്നും പറയുന്നു. ബൃഹദാരണ്യകോ ഉപനിഷത്തിൽ യാജ്ഞവൽക്യ മഹർഷിയുടെ ഭാര്യയായിട്ട് മൈത്രേയിയെയും കാത്യായനിയെയുമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ശബ്ദതാരാവലിയിൽ ദ്വിതീയ പത്നി എന്നാണ് ഗാർഗിയെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയായാലും ഗാർഗി ഭാരതീയ സ്ത്രീരത്നങ്ങളിൽ അതിശ്രേഷ്ഠയായ വിദുഷിയായിട്ട് ഗണിക്കപ്പെടുകയാണ്. വേദാന്ത ചർച്ചകളിൽ നിറഞ്ഞ സാന്നിധ്യമാണ് ഗാർഗി. തത്വചിന്താപരമായ സമീപനത്തിൽ ലോകത്തിൽ എക്കാലത്തും സ്ത്രീകളുടെ എണ്ണം കുറവാണ്. ലോകപ്രശസ്തയായ തത്വചിന്തക എന്ന് പറയുന്നത് നമുക്ക് വിരലിൽ എണ്ണാവുന്ന അപൂർവങ്ങളിൽ അപൂർവമാണ്. അത് പ്രകൃതിയുടെ ഏതോ ഒരു നിയോഗമായിരിക്കാം. എന്നാൽ ഗാർഗി ഇതിൽ നിന്നും വ്യത്യസ്തമാകുന്നത് വേദസദസ്സിൽ ഗാർഗിയുടെ ചോദ്യങ്ങൾ വളരെ വേദാന്ത തലത്തിൽ തന്നെയായിരുന്നു എന്നത് കാണാൻ കഴിയും. ഇന്നലെ നാം പറഞ്ഞു യജുർവേദത്തിന് 2 തരം വ്യാഖ്യാനങ്ങൾ ഉണ്ടായി എന്നതിനെക്കുറിച്ച്. അതിൽ വൈശമ്പായ മഹർഷിയുടെ അരുമ ശിഷ്യൻ അല്ലെങ്കിൽ ശിഷ്യന്മാരിൽ ഏറെ പ്രഗത്ഭനായിരുന്നു യാജ്ഞവൽക്യൻ. ആ കാലഘട്ടത്തിൽ നമ്മുടെ മഹർഷിമാർക്കിടയിൽ, ഋഷിമാർക്കിടയിൽ ഒരു സംവിധാനമുണ്ടായിരുന്നു. വർഷത്തിൽ ഒരിക്കൽ ഈ ഋഷിമാരുടെ എല്ലാം സൽസംഘങ്ങൾ അവരൊന്നിച്ചു ചേരുന്നു. എന്നിട്ട് ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും കാലോചിതമായ മാറ്റങ്ങൾ വേണമോ, ശാസ്ത്ര ചർച്ചകളെ, ആഴ്ചകളും മാസങ്ങളും നീണ്ടു നിൽക്കുന്ന ശാസ്ത്ര ചർച്ചകളെ നടത്തുന്നു. ഇത് വളരെ പ്രസക്തമാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ. നമ്മുടെ ശബരിമല വിശ്വാസത്തെ തകർക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ നമ്മളെല്ലാവരും മുന്നോട്ട് വച്ചത് ഇത് ചെയ്യേണ്ടത് ആരാണ്? നമ്മുടെ ആചാര്യന്മാരും സന്യാസിമാരും എല്ലാം ഒന്നിച്ചു ചേർന്ന് ദിവസങ്ങളും മാസങ്ങളും നീണ്ടു നിൽക്കുന്ന ചർച്ചകൾക്കൊടുവിലാണ് ഇത്തരം മഹാക്ഷേത്രങ്ങളിലെ ആചാരങ്ങളിലൊക്കെ മാറ്റം വരുത്തേണ്ടത്. അതിൽ തന്ത്രിമാരോടും മറ്റ് ഹൈന്ദവ നേതാക്കന്മാരോടും എല്ലാം ചോദിക്കണമായിരുന്നു. ഇവിടെയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സന്യാസിമാരുടെ സഭ, ആ സഭയിൽ വേദാന്ത ചർച്ച ഒക്കെ ഉണ്ടാകുമായിരുന്നു. ഈ ചർച്ചയിൽ അല്ലെങ്കിൽ ഈ വർഷത്തിൽ ഒരിക്കലുള്ള സംഗമത്തിൽ പോയില്ല എങ്കിൽ അത് മഹാപാപത്തിന് കാരണമാകുമെന്നാണ് വിശ്വാസം. വൈശമ്പായന മഹർഷിക്ക് പോകാൻ കഴിഞ്ഞില്ല.
അങ്ങനെ ഒരു ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വാതിൽപ്പടിയിൽ കിടക്കുകയായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും അദ്ദേഹത്തോട് ചവിട്ടി പോവുകയും രണ്ടുപേരും മരിച്ചു പോവുകയും ചെയ്തു. വലിയ പാപം അദ്ദേഹത്തിന് ലഭിക്കുമെന്ന അവസ്ഥ വന്നു. അറിയാതെ ചെയ്തതാണെങ്കിലും അദ്ദേഹത്തിന് ഈ പാപകർമ്മത്തിന് പരിഹാരം ചെയ്യണമെന്നായി. തൻ്റെ ശിഷ്യന്മാരെ അടുത്തേക്ക് വിളിച്ച് ആവശ്യമായ കർമ്മങ്ങൾ ചെയ്യുവാൻ ആവശ്യപ്പെട്ടപ്പോൾ യാജ്ഞവൽക്യൻ പറഞ്ഞു, ഈ അല്പബുദ്ധികളായ അങ്ങയുടെ ശിഷ്യന്മാർ ഒന്നുമില്ലാതെ അങ്ങയ്ക്ക് ആവശ്യമായ സകല കർമ്മങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് എന്ന്. ഈ സമയത്ത് കോപാകുലനായി തീർന്ന വൈശമ്പായനൻ മഹർഷി അലറിക്കൊണ്ട് പറയുകയാണ് യാജ്ഞവൽക്കനോട്, കടക്കൂ പുറത്ത്, എൻ്റെ ശിഷ്യന്മാരെ ഇത്രയേറെ നീ അവഹേളിച്ചിരിക്കുന്നു എന്ന്. ഗുരുപരമ്പരയുടെ ശ്രേഷ്ഠമായൊരു സമീപനമാണത്. നമ്മുടെയൊക്കെ ചില അധ്യാപകന്മാർ, എല്ലാവരുമല്ല, അപൂർവങ്ങളിൽ ചില അധ്യാപകന്മാർ ക്ലാസ് മുറിയിൽ നന്നായി പഠിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിയുണ്ടെങ്കിൽ അവനെ കാണിച്ചുകൊണ്ട് മറ്റു കുട്ടികളെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു പ്രവണതയെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇവനെ പോലെയാകൂ, ഇവനെ കണ്ടുപിടിക്കൂ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവൻ സമർത്ഥനായിരിക്കാം, അതിനർത്ഥം മറ്റു കുട്ടികൾ ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് പറഞ്ഞു വെക്കുന്ന രീതിയെല്ലാം നമ്മൾ പൊതുവെ കേട്ടുവരുന്നു. ഇവിടെയാണ് തൻ്റെ ശിഷ്യൻ പ്രഗത്ഭനാണ് എന്നറിയാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് തക്കതായ മറുപടി നൽകുകയും ഈ സമയത്ത് യാജ്ഞവൽക്യൻ അങ്ങയിൽ നിന്നും പഠിച്ചതൊന്നും എനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ടത് അവിടെ ഛർദ്ദിക്കുകയും ആ സമയത്ത് മറ്റു ശിഷ്യന്മാർ തിത്തിരിപ്പക്ഷികളായി വന്നുകൊണ്ട് അത് മുഴുവൻ കൊത്തിയെടുത്തു തിന്നു എന്ന് പറയുന്നു. അത് ഒരു പ്രതീകാത്മകമായ വിവരണമാണ്. അതായത് യാജ്ഞവൽക്യൻ ഗുരു പഠിപ്പിച്ചു തന്ന സകല ശാസ്ത്രങ്ങളും അവിടേക്ക് തന്നെ ഗുരുവിൻ്റെ മുന്നിൽ തന്നെ സമർപ്പിച്ചപ്പോൾ അതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി മറ്റു ശിഷ്യന്മാർ ഏറ്റെടുത്തു എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പം ഗുരുവും ഗുരുവിനേക്കാൾ വളർന്ന ശിഷ്യനും എന്ന രീതിയിലാണ് വൈശമ്പായനും യാജ്ഞവൽക്യനും അറിയപ്പെടുന്നത്. അവർ യജുർവേദത്തിന് 2 തരം വ്യാഖ്യാനങ്ങൾ നൽകി. അതുകൊണ്ട് കൃഷ്ണ യജുർവേദമെന്നും ശുക്ല യജുർവേദമെന്നും നമുക്ക് 2 മഹാഭാഗ്യമായിട്ട് 2 വീക്ഷണങ്ങളെ നമുക്ക് ലഭിക്കുകയും ചെയ്തു. ആ യാജ്ഞവൽക്കൻ്റെ ദ്വിതീയ പത്നിയായിട്ട് ശബ്ദതാരാവലി ഗാർഗിയെ അവതരിപ്പിക്കുന്നു. എന്തായാലും അതിൽ ഒരു തർക്കത്തിൻ്റെ ആവശ്യമില്ല. ഗാർഗി ഭാര്യയാണോ അല്ലയോ എന്നതല്ല പ്രസക്തമാകുന്നത്, മറിച്ച് ഗാർഗി എന്ന സ്ത്രീയുടെ വേദാന്ത ജ്ഞാനത്തെക്കുറിച്ചാണ് നമുക്കിവിടെ ഏകാത്മതാ സ്തോത്രത്തിൽ ഗാർഗിയെ പരിചയപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കുക. അടുത്ത സ്ത്രീരത്നത്തെക്കുറിച്ച് നമുക്ക് നാളെ ചിന്തിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.